മോർണിംഗ് എവരി വൺ. സോ നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഓപ്പണിംഗ് വന്നിരിക്കുന്നത്. സോ നമുക്കിതൊരു എൻട്രി ഒന്നും ആയിട്ടില്ല. അറൗണ്ട് 9:22 ആയിട്ടും നമ്മളുടെ സ്പോട്ട് ആവുന്നേ ഉള്ളൂ. മേ ബി നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം. ഓക്കെ, നമുക്ക് ഈ കറണ്ട് സിനാരി വെച്ച് നമുക്ക് ഡൗൺ സൈഡിലേക്ക് മാത്രമേ പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം യെസ്റ്റർഡേയും അതായത് ഫ്രൈഡേയും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ദെൻ മാർക്കറ്റ് ഒരു അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ്, ദെൻ കൺസോളിഡേഷൻ. ഇന്ന് അതുപോലെ തന്നെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ദെൻ ഒരു അപ്സൈഡ് കൺസോളേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് അപ്സൈഡിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. കാരണം മാർക്കറ്റ് ഒരു 90% സിനാരിയോയിലും റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, ഫ്രൈഡേയും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ദെൻ അപ്പ് ട്രെൻഡ്. ഇന്നും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ദെൻ അപ്പ് ട്രെൻഡ് പോകാൻ സാധ്യത കുറവാണ്. നമുക്കപ്പോൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡിലേക്ക് ഉള്ളൊരു പെർഫെക്റ്റ് എൻട്രി നമുക്ക് നോക്കണം. നമുക്ക് വെയിറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. നമ്മുടെ എൻട്രിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ദെൻ കുറച്ച് ലേറ്റായി പോയി, അറൗണ്ട് 10 അടുപ്പിച്ച് കഴിഞ്ഞ് നമുക്കിപ്പം ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കാം. കാരണം ഫസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയില്ല. ദെൻ നമുക്ക് ഇനി ഒരു വലിയ മൂവ്മെൻറ്റ് നമുക്ക് ഇനി കിട്ടുമെന്ന് അറിയില്ല. കാരണം മാർക്കറ്റ് ഓൾറെഡി നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മൂവ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. നമുക്കതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം പ്രോഫിറ്റിലാകുന്ന സെറ്റപ്പ് മാത്രം പ്ലാൻ ചെയ്യാം. ഓക്കെ, ദെൻ ഓൾമോസ്റ്റ് നമ്മൾ ടാർഗറ്റ് അടുപ്പിച്ച് മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട്. ഞാൻ വലിയൊരു ടാർഗറ്റ് വെച്ചിട്ടില്ല. നോർമൽ ടാർഗറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു നമ്മളുടെ എൻട്രി കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ ഇടയ്ക്ക് പിന്നെ കോൾ സൈഡ് പ്ലാൻ ചെയ്യുന്ന കാര്യത്തിൽ, പക്ഷേ കോൾ സൈഡ് നമുക്ക് ബുദ്ധിമുട്ടാകും. കാരണം നമുക്ക് മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്യലെന്നുള്ള ഏറ്റവും വലിയ ഫാക്ടറുണ്ട്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടറുണ്ട്. അതിനെ ക്രോസ് ഓവർ ചെയ്ത് നമുക്ക് വീണ്ടും അപ്പ് സൈഡിലേക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്തത്. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു ഫാക്ടർ കൂടി ഉണ്ട്. നമുക്ക് പോയിൻറ്റ്സ് അച്ചീവ് ചെയ്യുന്ന അറിയില്ല. ഇങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ റേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് നമ്മളുടെ അച്ചീവ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് എൻട്രി എടുക്കാൻ റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. കാരണം താഴേക്ക് സ്റ്റോപ്പിൽസ് അവൈലബിൾ ആയിരുന്നു. ഇതാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്നത്. ഈ ഒരു പോയിൻറ്റ്സ് നമുക്ക് അച്ചീവ് ആണ് ചെയ്തത്. അത് നിഫ്റ്റി കൂടി ആ ഒരു സപ്പോർട്ടിന് താഴെ ക്രോസ് ഓവർ ചെയ്യുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തു. ഓക്കെ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്ന കാര്യം എന്ന് പറയുന്നത്. നിഫ്റ്റി കൂടി നിഫ്റ്റി കുറേ അധികം നേരം കൺസോളേഷൻ ചെയ്തു. സോ അവിടെ റീറ്റെയിൽ ബയേഴ്സ് ആക്റ്റീവായി. അത് കണ്ട് നിഫ്റ്റി ബാങ്കിൽ റീറ്റെയിൽ ബയേഴ്സ് എൻട്രി എടുക്കുന്നു. അവരുടെ സ്റ്റോപ്പുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇതായിരുന്നു നമ്മളുടെ എൻട്രിക്കുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സ്പോട്ട്. ഇതിന് മുകളിൽ നമുക്ക് ഈ ഒരു റേഞ്ച് താഴെയാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്നത്. റീറ്റെയിൽ ബയേഴ്സ് ഇവിടെ ആക്റ്റീവ് ആക്കുകയാണ് ചെയ്തത്. അത് കണ്ട് ഇവിടെ നിന്ന് ഇത് നമുക്കൊരു എൻട്രി പോയിൻ്റ് ആയിരുന്നു ഡൗൺ സൈഡിലേക്ക്. ഇത്രയും പോയിൻറ്റ് നമുക്ക് രാവിലെ തന്നെയാണ് നമുക്ക് കുറച്ചധികം വെയിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്ക് അത്രയും മൂവ്മെൻറ്റ് കിട്ടിയില്ല ഈ ഒരു പോയിൻറ്റ് നിഫ്റ്റി ബാങ്കിൽ നിന്ന്. സോ നമുക്കത് കിട്ടിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളുടെ ടാർഗറ്റ് ഹിറ്റായി. അവിടെ ഈ ഒരു പോയിൻറ്റ് വെച്ചിരുന്നു. താഴെ സ്റ്റോപ്പിൽസ് അവൈലബിൾ ആയിരുന്നു. ഈ ഒരു പോയിൻ്റ് എല്ലാം തന്നെ സ്റ്റോപ്പിൽസ് അവൈലബിൾ ആയിരുന്നു. മാർക്കറ്റ് നല്ല രീതിയിൽ അത്യാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ പറഞ്ഞു, ഇത് ഒരു കാരണമല്ല, പല റീസൺസാണ് നമ്മൾ എൻട്രിക്കുള്ള റീസൺ എന്ന് പറയുന്നത്. മാർക്കറ്റ് ചാർട്ട് റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല എന്നുള്ള ക്രൈറ്റീരിയ, താഴെ സ്റ്റോപ്പിൽസ് അവൈലബിൾ ആണ് എന്നുള്ള ക്രൈറ്റീരിയ. ഞാൻ പറഞ്ഞ പല ടേംസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഡിസ്കഷൻ ചെയ്യാതെ. മാർക്കറ്റ് യെസ്റ്റർഡേ ഇന്നും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ദെൻ ഇത് യെസ്റ്റർഡേ മാർക്കറ്റ് ഡൗൺ ചെയ്തു, പിന്നെ അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തു. പിന്നെ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് തന്നെ മൂവ് ചെയ്യുകയുള്ളൂ. കാരണം ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്യില്ല. ഇതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളുടെ ടോപ്പിക് അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളുടെ എൻട്രിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാക്കി ടാർഗറ്റ് നമ്മുടെ ടാർഗറ്റ് കഴിഞ്ഞ് വീണ്ടും 124 അടുപ്പിച്ച് പോയിൻറ്റ്സ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എൻട്രി ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരിക്കുക. റിസ്ക് റേഷ്യോ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്ര തന്നെ എനിക്ക് വീഡിയോയിൽ പറയാനുള്ളൂ. സോ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.